2024 പാർലമെന്റ് ഇലക്ഷനിൽ കേരളത്തിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു വോട്ടിംഗ് പാറ്റേൺ ഉണ്ട്. അതായത് കേരളത്തിലെ വിധി നിർണയിക്കാവുന്ന മുസ്ലിം വോട്ടുകൾ LDFന് പോകുമോ അതോ UDFന് പോകുമോ? ഇത് വല്ലാത്തൊരു പോയിന്റാണ്. അത് പറയാനുണ്ടായ കാരണം 2019 രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുന്നു, മോദിയെ മാറ്റി നിർത്തണം. ഇതിൻ്റെ പേരിൽ കേരളത്തിലെ മുസ്ലിങ്ങളും ക്രൈസ്തവര് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കുവാൻ വേണ്ടി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തവർ പോലും കോൺഗ്രസിന് വോട്ട് ചെയ്തു. അതുകൊണ്ടാണ് പല കോൺസ്റ്റിറ്റ്യുവൻസിയിലും കോൺഗ്രസ് കാൻഡിഡേറ്റ്സ് എല്ലാം 1-1.5 ലക്ഷം ഭൂരിപക്ഷത്തിന് ഇങ്ങനെ കയറിപ്പോയത്. അവിടെ ഒന്നും ഈ പറയുന്ന കോൺഗ്രസ് കോട്ടയല്ലായിടത്തും, അതായത് ഇപ്പോൾ കൊല്ലം എടുക്കുക, ആറ്റിങ്ങൽ എടുക്കുക, അതായത് അതുപോലെ പല അതേപോലെ തന്നെ ആലത്തൂർ എടുക്കുക, പാലക്കാട് എടുക്കുക, ഇവിടെ ബ്ലോക്കായിട്ടാണ് മുസ്ലിം കമ്മ്യൂണിറ്റി UDFന് വോട്ട് ചെയ്തത്, രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കുക. അത് കേരളത്തിൽ രാഹുൽ ട്രെൻഡ് അടിച്ചു. അപ്പം ഇനി ഈ 2024 കേരളത്തിലെ മുസ്ലിങ്ങളുടെ വോട്ട്, അതായത് മുസ്ലിം വോട്ട് LDFന് പോകുമോ UDFന്? ഇതാണ് ക്വസ്റ്റ്യൻ. അതായത് ഇപ്പോൾ നടക്കുന്നൊരു അണ്ടർ കറന്റ് ഉണ്ട് മുസ്ലിങ്ങളുടെ ഇടയ്ക്ക്. അതായത് അവർ പൊതുവെ ഒരു ജനറലി ഫീൽ ചെയ്യുന്നൊരു ഫാക്ടറുണ്ട്, അവരെ കോൺഗ്രസ് പാർട്ടി വഞ്ചിച്ചു. ഇപ്പം നമ്മൾ കേരളത്തിൽ പലരും പറയാറുണ്ട്, ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഫാമിലി എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പം മുസ്ലിം എലീറ്റ് ഫാമിലി കോൺഗ്രസ് ഫാമിലിയാണ്. അപ്പം അവരുടെയൊക്കെ മനസ്സിലുണ്ടായ വലിയൊരു മാറ്റം, അതായത് ഇത്രയും നാൾ അവർ കോൺഗ്രസിനെ സ്നേഹിക്കുകയും വോട്ട് ചെയ്യുകയും ചെയ്തിട്ട് ഇവർക്ക് ദേശീയ തലത്തിൽ വല്ലാതെ വഞ്ചിക്കപ്പെട്ടു. പല ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡ്, അതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ഉണ്ടായത്. അതിനകത്ത് BJPയുടെ അതേ നിലപാട് തന്നെയാണ് കോൺഗ്രസിനുള്ളത്. കോൺഗ്രസ് യൂണിഫോം സിവിൽ കോഡിനെ എതിർക്കുന്നില്ല. അവർ പരസ്യമായിട്ട് പറഞ്ഞതാണ്, അവർക്ക് എതിർക്കാൻ താല്പര്യമില്ല യൂണിഫോം സിവിൽ കോഡിനെ. അതേപോലെ പല ഇഷ്യൂവിലും, നാഷണൽ ഇഷ്യൂവിലും കോൺഗ്രസിൻ്റെ നിലപാട് BJPയുടെ നിലപാടിന് അനുയോജ്യമായിരുന്നു. ഇപ്പം രാമക്ഷേത്രത്തിൻ്റെ അതിൻ്റെ പ്രതിഷ്ഠ വലിയൊരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾക്കും കോൺഗ്രസിൻ്റെ നിലപാടിനോട്, അതായത് അവിടെ പങ്കെടുക്കണമെന്ന് താല്പര്യമുള്ള പല ആളുകളും ഉണ്ടായിരുന്നു. യാഥാർത്ഥ്യമാണ്. അപ്പൊ അതിനെ എതിർത്ത് കോൺഗ്രസ് വിട്ടുപോയവരുണ്ട്. ഇവിടൊക്കെയാണ് പല മുസ്ലിം ഫാമിലിയിലും മുസ്ലിം വോട്ടേഴ്സിനിടയ്ക്കും പ്രശ്നമുണ്ടായേക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട കേരളത്തിലെ ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി, അതായത് കോൺഗ്രസിന്റെ ഫേസാണ് AK ആന്റണി, ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 2 നേതാവായിരുന്നു. അതേപോലെ തന്നെ കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ധർമ്മടത്ത് മത്സരിച്ച കോൺഗ്രസ് നേതാവ് ഇപ്പോൾ താമര ചിഹ്നത്തിൽ കണ്ണൂരിൽ മത്സരിക്കുന്നു. അതേപോലെ തന്നെ പത്മജ, K കരുണാകരൻ്റെ മകൾ, ഇപ്പോൾ BJPയുടെ നേതാവായി. മറ്റു പല നേതാക്കളും BJPയിലോട്ട് പോകാൻ നോക്കുന്നത്, ഇതൊക്കെ കോൺഗ്രസിൻ്റെ, അതായത് ഈ പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയുമായിട്ടൊക്കെ ബന്ധമുള്ളവർ തന്നെയാണ്. ഇവരൊക്കെ കോൺഗ്രസ് വിട്ടിട്ട് BJPയുടെ ചിഹ്നത്തിലോട്ട് മത്സരിക്കാൻ പോകുന്നു. ഉറപ്പായിട്ടും കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിക്കിടയ്ക്ക് വലിയ പ്രശ്നമുണ്ടായിട്ടുണ്ട്. ഇപ്പം ഇവരറിയാവുന്ന പല ആൾക്കാരും ഈ പല വാട്സപ്പ് മെസ്സേജിനകത്തൊക്കെ കാണുന്നത്, ഈ കേരളത്തിൽ ഇപ്രാവശ്യം കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കുന്ന എത്ര പേർ അടുത്ത 1 വർഷം 2 വർഷത്തിനുള്ളിൽ BJPക്കകത്ത് പോകും. ഇത് മുസ്ലിങ്ങളുടെ ഇടയ്ക്ക് വലിയ ഭയമുണ്ടാക്കിയിട്ടുണ്ട്. അത് ആ ഒരു സംഭവം നിങ്ങൾ കാണാതെ പോകരുത്. ഈ കോൺഗ്രസ് നേതാക്കൾ ഇതിനെപ്പറ്റി മിണ്ടുന്നില്ല. ദേശീയ തലത്തിൽ ബേസിക്കലി ഈ പൊളിറ്റിക്കൽ ഫിലോസഫി ആണെങ്കിൽ പല കാര്യത്തിലും BJPയുടെ കൂടെ തന്നെയാണ് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ഒഴുകുന്നത്. യാഥാർത്ഥ്യമാണ്. ഇപ്പം BJPക്കകത്തുള്ള
60 മുതൽ 70% ഇന്ത്യൻ പാർലമെന്റിൽ ഇരിക്കുന്ന നേതാക്കന്മാർ, മന്ത്രിമാരും മെമ്പേഴ്സ് ഓഫ് പാർലമെന്റും സീനിയർ ലീഡേഴ്സ്, ഇവരെ എല്ലാം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് വന്നവരാണ്. ഇത് കേരളത്തിലെ കോൺഗ്രസ്സുകാർ പറയുന്നില്ല ഈ യാഥാർത്ഥ്യം. എന്തുകൊണ്ടാണ് ഈ ഇന്ത്യയിലെ കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം BJP-യിലോട്ട് പോകുന്നു? ഇത് മുസ്ലിം കമ്മ്യൂണിറ്റിക്കിടയ്ക്ക് വലിയ വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. പലരും തുറന്നു പറഞ്ഞു സംഭവം അവർക്ക് പേടിയാണ്. ഈ പറയുന്ന ആൾക്കാരെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ ഇവരെത്ര നാൾ കോൺഗ്രസ് പാർട്ടിയിൽ നിൽക്കും, എത്ര നാൾ കോൺഗ്രസ് പാർട്ടിക്ക്. അതേപോലെ തന്നെ ഇവര് ഡൽഹിയിൽ പോകുന്നു. എന്ത് പറഞ്ഞാലും നമ്മൾ ഈ സിറ്റിസൺ അമെൻമെന്റ് ആക്ടിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രാധാന്യം, അതിനെപ്പറ്റി ശരിക്കും പഠിക്കുന്നവർക്കും നോക്കിക്കാണുന്നവർക്കും അറിയാം. ഇപ്പം ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കുക. ഇപ്പൊ വുമൻസ് റിസർവേഷൻ ബില്ല് മൻമോഹൻ സിംഗ് ഇരുന്ന സമയത്ത് സോണിയാഗാന്ധിയുടെ താല്പര്യപ്രകാരം ഇന്ത്യൻ പാർലമെന്റിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. എല്ലാവർക്കും അറിയാവുന്ന വസ്തുത, എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയോടൊക്കെ ചോദിച്ചിട്ടാണ് ഇത് കൊണ്ടുവരാൻ ശ്രമിച്ചത്. പക്ഷെ കോൺഗ്രസിന്റെ അകത്തുനിന്നൊരു വലിയ വിഭാഗവും പ്രതിപക്ഷവും ഇതിനെ ഭയങ്കരമായിട്ട് എതിർത്തു. ഈ ബില്ല് അവതരിപ്പിക്കാൻ പോലും സംഭവിച്ചില്ല. ഈ ബില്ല് പാർലമെന്റിനെ വലിച്ചു കയറി ദൂരെ കളഞ്ഞു. അതെല്ലാവരും പാർലമെന്റിൽ ലൈവായിട്ട് കണ്ട സംഭവമാണിത്. അപ്പം പല നേതാക്കൾ, പല മുസ്ലിം ലീഡേഴ്സും എന്നോട് ചോദിച്ചൊരു പോയിന്റ് ഉണ്ട്, എന്തുകൊണ്ട് ഇതേപോലെ ഈ നിയമം, അതായത് CAA നിയമം പാർലമെന്റിൽ അവതരിപ്പിച്ച സമയത്ത് 40-50 പേരേ ഉള്ളൂ കോൺഗ്രസ്സുകാർ, എന്തുകൊണ്ട് അവർക്കിത് എതിർക്കാൻ പറ്റിയില്ല? അവരുടെ ചോദ്യം കറക്റ്റാണ്. ഇതേപോലെ എതിർക്കാൻ പറ്റുമായിരുന്നു, പാർലമെന്റ് ഡിസ്റപ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ എല്ലാ ഡിസ്കഷനിലും പങ്കെടുത്ത്, വോട്ടിങ്ങിലും പങ്കെടുത്ത്, അതിൻ്റെ അകത്ത് അമെൻമെന്റ് വേണമെന്ന് പറഞ്ഞു എന്നല്ലാതെ കോൺഗ്രസ് ഈ ബില്ലിനെ എതിർത്തില്ല. യാഥാർത്ഥ്യമാണ്. ഇത് കേരളത്തിലെ മുസ്ലിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്, അതേപോലെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇത് കോൺഗ്രസ് നേതാക്കൾക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ല. അതായത് കേരളത്തിൽ വലിയ രീതിയിലുള്ള അടിയൊഴുക്കുണ്ടായിട്ടുണ്ട്. അപ്പൊ ചോദ്യമുണ്ട്, ഈ പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റി എൻ ബ്ലോക്കായിട്ട് ആർക്കാണ് 2024 വോട്ട് ചെയ്യാൻ പോകുന്നത്? ഉറപ്പായിട്ടൊരു കാര്യം പറയാം, പിണറായി വിജയന്റെ ഇൻകംബൻസി, അതായത് പിണറായി വിജയനെതിരെ ശരിക്കും ആൾക്കാർ കുറ്റം പറയുന്നുണ്ട്, ഭരണത്തിനെതിരെ പറയുന്നുണ്ട്. പക്ഷേ CPM ആണ് കോൺഗ്രസിനേക്കാളും ഭേദം എന്ന് പല ലീഗിൻ്റെ ആൾക്കാരല്ല ഞാൻ ഈ പറയുന്നത്, മുസ്ലിങ്ങൾ പറയുവാൻ തുടങ്ങി. അതായത് CPM-ന് അനുകൂലമായിട്ടായിരിക്കും 2024 ഇലക്ഷനിൽ കേരളത്തിലുള്ള മുസ്ലിം കമ്മ്യൂണിറ്റി വോട്ട് ചെയ്യാൻ പോകുന്നത് എന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. കാരണം അവരുടെ ബോധ മനസ്സിലുണ്ടായിട്ടുണ്ട്, അവർ വഞ്ചിക്കപ്പെട്ടു, അവരെ സംരക്ഷിക്കുവാൻ കോൺഗ്രസിന് കഴിയില്ല, അതിനേക്കാളും ഭേദം CPM ആണ് മെച്ചം എന്നുള്ള ബോധം കേരളത്തിലെ മുസ്ലിം വോട്ടേഴ്സിനിടയ്ക്ക് ഉണ്ടായിട്ടുള്ളത് വസ്തുതയാണ്.